Hi friends, welcome back to my channel. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ മാത്സിലെ യൂണിറ്റ് 2 ആണ് or chapter 2 ആണ്, which is nothing but circles. Okay. അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ ആണ്. കുറച്ച് കോൺസെപ്റ്റ്സ് ആണ് ഇവിടെ നിറയെ പഠിക്കാനുള്ളത്. ആദ്യത്തെ ചാപ്റ്ററിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ കുറേ ട്രയാങ്കിൾസിനെ കുറിച്ചും പഠിക്കാനുണ്ടാവും. ഓക്കെ, സോ ആദ്യത്തെ ചാപ്റ്റർ നമ്പർ സിസ്റ്റംസും വെച്ചും നമ്പേഴ്സിനെ യൂസ് ചെയ്തായിരുന്നു കളി. ഇവിടെ ഫുള്ളും സർക്കിൾസ് ട്രയാങ്കിൾസ് ആയിരിക്കും വരിക. ഓക്കെ, സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു സർക്കിളും ഒരു ട്രയാങ്കിളും തമ്മിൽ റിലേഷൻ എന്താണ് ഒരു 90 ഡിഗ്രി, എന്താണ് ഒരു അക്യൂട്ട് ആംഗിൾ, എന്താണ് ഒരു ഒബ്റ്റ്യൂസ് ആംഗിൾ എന്നതൊക്കെയാണ്. ഓക്കെ, സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് താഴെ കാണുന്ന ഈ പ്രോസസ്സുകൾ നാലും ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾ കൃത്യസമയം എത്തിച്ചേരുന്നതായിരിക്കും. ഓക്കെ, വരൂ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ആദ്യത്തെ ടോപ്പിക് എന്താണ് ഒരു ട്രയാങ്കിളും ഒരു സർക്കിളും തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, സോ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ റൈറ്റ് ആംഗിൾഡ് ആയിട്ടുള്ള ട്രയാങ്കിളും സർക്കിളും തമ്മിലുള്ള റിലേഷൻ ആണെന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ആദ്യം ഒരു റൈറ്റ് ആംഗിൾ വരയ്ക്കാം. റൈറ്റ് ആംഗിൾഡ് ആയിട്ടുള്ള ട്രയാങ്കിൾ ഉണ്ട്. ഓക്കെ, സോ ഇതിന് എ ബി സി എന്ന് നെയിം ചെയ്യാം. സോ ഇത് സി ആണ് റൈറ്റ് ആംഗിൾഡ് ആയിട്ടുള്ള ട്രയാങ്കിൾ. ഓക്കെ, സോ 90 ഡിഗ്രി ട്രയാങ്കിൾ. ഓക്കെ, സോ ഇങ്ങനെ ഇത്തരത്തിലൊരു ട്രയാങ്കിൾ വരയ്ക്കുന്നു വിചാരിക്കുക. ഓക്കെ, സോ ഇപ്പോൾ ഈ എ ബി എന്ന ലൈനിനെ ബേസായി വെച്ചുകൊണ്ട് തന്നെ ഇനിയൊരു ട്രയാങ്കിൾ വരയ്ക്കാം. ഓക്കെ, 90 ഡിഗ്രിയിൽ ഇനിയൊരു ട്രയാങ്കിൾ വരയ്ക്കാം. സോ അത് കാണാൻ ഏതാണ്ട് ഇങ്ങനെ ഉണ്ടാവും, ശരിയല്ലേ? സോ ഇതൊരു 90 ഡിഗ്രി ആയിട്ടുള്ള ഇനിയൊരു ട്രയാങ്കിൾ, മേ ബി ഇറ്റ് ഈസ് ഡി. ഓക്കെ, സോ ഇതേ എ ബി ബേസ് വെച്ചുകൊണ്ട് ഇനിയൊരു ട്രയാങ്കിൾ വരയ്ക്കാം, ലൈക്ക് ദിസ്, ശരിയല്ലേ? സോ ഈ ആംഗിൾ 90 ഡിഗ്രി. സോ ഇതിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ എന്താ വെച്ചാൽ എ ബി എന്നൊരു കോമൺ ബേസ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പലതരത്തിലുള്ള ട്രയാങ്കിൾസ് വരയ്ക്കാം. ഓക്കെ, സോ കൃത്യമായി പറഞ്ഞാൽ 90 ഡിഗ്രി, ദാറ്റ് ഈസ് റൈറ്റ് ആംഗിൾഡ് ആയിട്ടുള്ള ട്രയാങ്കിൾസ് വരച്ച് നിർമ്മിക്കാൻ പറ്റും. ഓക്കെ, സോ ഇത് എന്ത് ബേസിലാണ് നമ്മൾ വരയ്ക്കുന്നത് നോക്കുക. ഓക്കെ, ശ്രദ്ധിച്ച് നോക്കുക. ഇങ്ങനെ പല കോടിക്കണക്കിനുള്ള 90 ഡിഗ്രി ഉള്ള ട്രയാങ്കിൾസ് നമുക്ക് വരയ്ക്കുന്നത് വിചാരിക്കുക. ഓക്കെ, സോ 90 ഡിഗ്രി ട്രയാങ്കിൾസ് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പൈത്തഗോറസ് തിയറം ഫോളോ ചെയ്യണം. സോ അക്കോർഡിംഗ് ടു പൈത്തഗോറസ് തിയറം, ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ ഈക്വൽ ടു or altitude, sorry, base, okay, sorry, base square plus height square equal to hypotenuse square. Okay, hypotenuse square, or നിങ്ങൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടാവും, base square plus altitude square is equal to hypotenuse square. Okay, സോ ഈ ഒരു ബേസിക് ഫോർമുല വഴിയാണ് നമ്മളിപ്പോൾ ഈ ട്രയാങ്കിൾസ് നിർമ്മിക്കുന്നത്. ഓക്കെ, സോ ഇങ്ങനെ പല കോടിക്കണക്കിലുള്ള ട്രയാങ്കിൾസ്, ഇങ്ങനെ പല കോടിക്കണക്കിലുള്ള 90 ഡിഗ്രി ട്രയാങ്കിൾസ് നിങ്ങൾ നിർമ്മിക്കുകയാണെങ്കിൽ അതിൽ ഈ പോയിന്റുകളെല്ലാം കണക്ട് ചെയ്യുക. ഓക്കെ, ഈ എ ബി സി ഡി എന്നുള്ള ഈ എ ഇ ഡി ബി സി എഫ് ഇത്തരത്തിലുള്ള ഈ 90 ഡിഗ്രി വരുന്ന പോയിന്റുകളെല്ലാം കണക്ട് ചെയ്താൽ നിങ്ങൾ കിട്ടുന്നത് ഒരു പെർഫെക്റ്റായ സർക്കിളായിരിക്കും. ഓക്കെ, സോ അക്യൂറേറ്റായി നമ്മൾ കോമ്പസിൽ വരച്ചാൽ എങ്ങനെ വരുന്നുവോ അങ്ങനത്തെ ഒരു സർക്കിൾ കിട്ടും. ഗിവൺ ദാറ്റ് ദിസ് എ ബി ആക്ട് ആസ് എ ഡയമീറ്റർ. ഓക്കെ, എ ബി ഇസ് ദ ഡയമീറ്റർ. ഓക്കെ, സോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ബേസ് ലൈൻ യൂസ് ചെയ്തുകൊണ്ട്, ഓക്കെ, ഈ എ ബി എന്ന ഈ ബേസ് ലൈൻ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ പല കോടിക്കണക്കിനുള്ള ട്രയാങ്കിൾസ്, ഓക്കെ, 90 ഡിഗ്രി ട്രയാങ്കിൾസ് വരയ്ക്കുകയാണെങ്കിൽ, ദാറ്റ് ഇസ് റൈറ്റ് ആംഗിൾഡ് ആയിട്ടുള്ള ട്രയാങ്കിൾസ് വരയ്ക്കുകയാണെങ്കിൽ അതിൽ ഉള്ള 90 ഡിഗ്രീസ് എല്ലാം കണക്ട് ചെയ്താൽ നിങ്ങൾക്കൊരു ബേസിക് സർക്കിൾ കിട്ടും. ആ സർക്കിൾ ഓൾവേസ് എ ബി എ ഡയമീറ്ററായി വെച്ചുകൊണ്ട് വരയ്ക്കുന്ന സർക്കിളായിരിക്കും. ഓക്കെ, സോ ഇതാണൊരു റൈറ്റ് ആംഗിളും സർക്കിളും തമ്മിലുള്ള റിലേഷൻ. റൈറ്റ് ആംഗിളും 90 ഡിഗ്രിയും സർക്കിളും തമ്മിലുള്ള റിലേഷൻ. അടുത്തതായി റിലേഷൻ ബിറ്റ്വീൻ റൈറ്റ് ആംഗിൾ ആൻഡ് എ സർക്കിൾ. ഓക്കെ, സോ ഇൻ ഡെപ്ത് ആയിട്ട് നമ്മൾ പഠിക്കാൻ പോവാണ്. സോ നിങ്ങൾ ഫിഗറിൽ കാണുന്ന രീതിക്കുള്ള ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. സോ എ ബി എന്നത് ഡയമീറ്റർ ആയിട്ടുള്ള ഒരു സർക്കിളാണ്. ഒ എന്നത് അതിൻ്റെ ഒറിജിൻ പോയിൻ്റ് ആണ്. ഓക്കെ, മധ്യബിന്ദു എന്ന് പറയും. ദെൻ സി എന്നത് ഒരു ട്രയാങ്കിളുടെ ഒരു പർട്ടിക്കുലർ എൻഡ് ആണ്. സോ ഇറ്റ് ഇസ് 90 ഡിഗ്രി. സോ ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് 90 ഡിഗ്രി വരുന്നത് എന്നുള്ളത്. ഓക്കെ, ഇപ്പം നമ്മളതങ്ങനെ പ്രൂവ് ചെയ്യാൻ പോകണം. ഓക്കെ, ആംഗിൾ സി എന്നത് 90 ഡിഗ്രി വിച്ച് ഇസ് വി ഹാവ് ടു പ്രൂവ്. ഓക്കെ, അപ്പം നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഈ ഒരു പോയിന്റിൽ നിന്നും നമ്മുടെ ഒറിജിനിലേക്ക് ഒരു ലൈൻ വരയ്ക്കുകയാണ്. ഓക്കെ, സോ നമ്മൾ ഒറിജിനിൽ കട്ട് ചെയ്യുന്ന രീതിക്ക് ഒരു ലൈൻ വരയ്ക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ ആംഗിൾസ് നോക്കാൻ പോകാം. ഇപ്പോൾ ഈ ഒരു കേന്ദ്രബിന്ദു, ഓക്കെ, ഈ ഒ എന്ന പോയിന്റിൽ നിന്നും ഇവിടെ സിയിലേക്കുള്ള ഡിസ്റ്റൻസും എയിലേക്കുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കും. ബിക്കോസ് ദീസ് ടു ആർ റേഡിയസ്. അതുകൊണ്ട് തന്നെ ഈ ആംഗിളും എക്സ് ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഒ എ ഡിസ്റ്റൻസും ഒ എ ഇസ് ഈക്വൽ ടു ഒ സി. അതുകൊണ്ട് നമുക്ക് ആംഗിൾ എനെ എക്സ് ഡിഗ്രി എന്ന് എഴുതാം. സോ ദിസ് ഇസ് എക്സ് ഡിഗ്രി, ദിസ് ഇസ് എക്സ് ഡിഗ്രി. സെയിം ഒ സി ഈക്വൽ ടു ഒ ബി. ഓക്കെ, ഒ സി എന്നതും ഒ ബി എന്നത് റേഡിയസ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അവിടുത്തെ y ഡിഗ്രിയെ തന്നെ
ഇവിടെ നമുക്ക് എടുത്ത് എഴുതാം. സോ നമുക്ക് ബേസിക് ആയിട്ടുള്ള ഈക്വൽ ട്രയാങ്കിൾസ് എന്ന കോൺസെപ്റ്റിൽ ഇത് പഠിക്കാനുണ്ടായിരുന്നു 8th ചാപ്റ്ററിൽ. ഓക്കെ, സോ ആ ടോപ്പിക്ക് കൊണ്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ശ്രദ്ധിക്കുക, എങ്ങനെയാണ് ഒരു ട്രയാങ്കിൾ ഡിഫൈൻ ചെയ്യുക? എ ട്രയാങ്കിൾ ഇസ് ഡിഫൈൻഡ് ആസ് 3 angles should be, the sum of the 3 angles should be 180. Okay, which means angle A plus angle B plus angle C എടുത്താൽ നിങ്ങൾക്ക് 180 ഡിഗ്രി കിട്ടണം. ഓക്കെ, സോ അത് പ്രകാരം നമ്മൾ ആംഗിൾ സി എങ്ങനെയാണ് 90 ഡിഗ്രി ആവുമെന്ന് പ്രൂവ് ചെയ്യാൻ പോകണം. ഓക്കെ, ശ്രദ്ധിച്ച് നോക്കുക, വാട്ട് ഇസ് ആംഗിൾ എ? ഈ ഒരു പർട്ടിക്കുലർ പാർട്ട് നോക്കുക. ആംഗിൾ എ ഇസ് എക്സ് ഡിഗ്രി പ്ലസ് ആംഗിൾ ബി ഇസ് വൈ ഡിഗ്രി. ആൻഡ് വാട്ട് ഇസ് ആംഗിൾ സി? ഞാൻ രണ്ടായി സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിരിക്കുന്നത്. സോ വിച്ച് ഇസ് എക്സ് ഡിഗ്രി പ്ലസ് വൈ ഡിഗ്രി. ശരിയല്ലേ? ഈ ആംഗിൾ സി എന്നത് ബിക്കോസ് ഞാനിപ്പോൾ അൺനോൺ ആണെന്ന് വിശ്വസിക്കുകയാണ്. ഓക്കെ, അത് അൺനോൺ ആണെന്ന് വിശ്വസിക്കുകയാണ്. നമുക്കറിയാൻ 90 ഡിഗ്രി ആണെന്നുള്ളത് എങ്ങനെ വരുന്നു എന്നുള്ളതാണ്. സോ വിച്ച് ഇസ് 180 ഡിഗ്രി. ഇനി ശ്രദ്ധിച്ച് നോക്കുക, എക്സ് ഡിഗ്രി പ്ലസ് എക്സ് ഡിഗ്രി, സോ 2 times ഓഫ് എക്സ് ഡിഗ്രി പ്ലസ് വൈ ഡിഗ്രി പ്ലസ് വൈ ഡിഗ്രി 2 times ഓഫ് വൈ ഡിഗ്രി ഈക്വൽ ടു 180 ഡിഗ്രി. സോ അതിൽ നിന്ന് 2 കോമൺ ഫാക്ടർ എടുക്കാം. സോ 2 എടുത്താൽ എക്സ് ഡിഗ്രി പ്ലസ് വൈ ഡിഗ്രി ഈക്വൽ ടു 180 ഡിഗ്രി. സോ ഇതിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ, സോ 2 വെച്ച് ഇവിടെ ഡിവൈഡ് ചെയ്യാം. സോ ദെയർഫോർ എക്സ് ഡിഗ്രി പ്ലസ് വൈ ഡിഗ്രി ഈക്വൽ ടു 180 ഡിഗ്രി ബൈ 2. സോ ശ്രദ്ധിക്കുക, വാട്ട് ഇസ് എക്സ് ഡിഗ്രി പ്ലസ് വൈ ഡിഗ്രി? ഈ ഒരു പർട്ടിക്കുലർ പാർട്ട്. ദെയർഫോർ ആംഗിൾ സി ഈസ് ഈക്വൽ ടു 180 ബൈ 2 ഇസ് 90 ഡിഗ്രി. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ഒരു സർക്കിളിൻ്റെ ഡയമീറ്ററിൽ നിന്നും കണക്ട് ചെയ്യുന്ന ട്രയാങ്കിൾസിൻ്റെ എല്ലാ വാല്യൂസും 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, സെയിം ഇനിയൊരു ടൈം ചെക്ക് ചെയ്ത് നോക്കാം. ഇങ്ങനെ ഞാൻ കണക്ട് ചെയ്യുന്നുണ്ട്, ഇതൊരു ട്രയാങ്കിളാണെന്ന് വിശ്വസിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്ത് ആംഗിൾ വരും? ഓക്കെ, സെയിം, ദിസ് ഇസ് ഡി. സെയിം ആയി പിരിക്കുക, ഇവിടെ ഡോട്ട് ലൈൻ എടുക്കുക. ഓക്കെ, സോ ഇപ്പോൾ ഈ ആംഗിൾ എക്സ് ഡിഗ്രി ആണെങ്കിൽ, ഓക്കെ, ഈ ആംഗിൾ എക്സ് ഡിഗ്രി ആണെങ്കിൽ നമുക്ക് ഈ കിട്ടുന്ന ഈ ആംഗിൾ എക്സ് ഡിഗ്രി ആയിരിക്കും. അതേ സെയിം കോൺസെപ്റ്റ് നിങ്ങൾ എഴുതി നോക്കിയാൽ, എല്ലാ തവണ നിങ്ങൾ എഴുതി നോക്കുകയാണെങ്കിൽ, എത്ര തവണ ചെയ്ത് നോക്കിയാലും നിങ്ങൾക്ക് ആ 180 ഡിഗ്രിയുടെ പകുതി, വിച്ച് ഇസ് ഈ പർട്ടിക്കുലർ ആംഗിൾ 180 ഡിഗ്രിയുടെ പകുതിയാണെന്ന് കിട്ടും. ഓക്കെ, കൂട്ടുകാർ ഓർക്കേണ്ട കാര്യം, ഒരു സർക്കിൾ, ആ സർക്കിളിൻ്റെ ഡയമീറ്റർ ഇസ് എ ബി. ഓക്കെ, ആ ഡയമീറ്ററിൽ നിന്നും നിങ്ങൾ സർക്കിളിൻ്റെ ഏത് പോയിന്റിൽ കണക്ട് ചെയ്താലും അവിടെ കിട്ടുന്ന ആ ആംഗിൾ, ഓക്കെ, സോ ദിസ് പർട്ടിക്കുലർ ആംഗിൾ ഇറ്റ്സ് ആൾവേസ് 90 ഡിഗ്രി. ഓക്കെ, സോ ദിസ് ഇസ് ഒറിജിൻ. അഗൈൻ ഇവിടെ നിന്ന് നിങ്ങൾ എങ്ങനെ എടുത്ത് വരച്ചാലും ശരി, ആ ആംഗിൾ എപ്പോഴും എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് ഈ ഒരു ഡെറിവേഷൻ നിന്ന് മനസ്സിലാക്കപ്പെടുന്നത്. ഓക്കെ, സോ റൈറ്റ് ആംഗിൾ ആൻഡ് എ സർക്കിൾ റിലേഷൻ. ഇപ്പോൾ സർക്കിളിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്താൽ നമുക്ക് 90 ഡിഗ്രി കിട്ടുമെന്ന് പ്രൂവ് ആയി. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സർക്കിളിൻ്റെ അകത്തേക്കും സർക്കിളിൻ്റെ പുറത്തേക്കും നമ്മൾ പോയിന്റ് വെക്കുകയാണെങ്കിൽ എന്താണ് അവിടുത്തെ റിലേഷൻ കിട്ടുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഫസ്റ്റ് പോയിന്റ് ശ്രദ്ധിക്കുക, സർക്കിൾ എ ബി എന്നത് ഡയമീറ്റർ, ഒ എന്നത് ഒറിജിൻ. സോ സർക്കിളിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ കണക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, സോ ദിസ് ഇസ് കോൾഡ് ആസ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. ഓക്കെ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഓക്കെ, സോ നമ്മൾ പഠിച്ച ടോപ്പിക്കാണ്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ പോയിന്റ് സർക്കിളിൻ്റെ പുറത്ത് പോയാൽ എന്താവും, ഈ പോയിന്റ് സർക്കിളിനകത്ത് വന്നാൽ എന്താവും എന്നുള്ളതാണ്. ഓക്കെ, ശ്രദ്ധിക്കുക, വീണ്ടും അതേ സർക്കിൾ വരയ്ക്കുന്നുണ്ട്, വിച്ച് ഇസ് ഹാവിങ് ഡയമീറ്റർ എ ബി ആൻഡ് ഒ ആസ് ഒറിജിൻ. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ പോയിന്റിനെ സർക്കിളിൻ്റെ പുറത്ത് കൊണ്ട് വയ്ക്കാൻ പോകണം. ഓക്കെ, മേ ബി ഇതാണ് നമ്മുടെ പോയിന്റ് വിചാരിക്കുക. ഇപ്പോൾ ഇത് തമ്മിൽ കണക്ട് ചെയ്താൽ കിട്ടുന്നത് ഒരു ട്രയാങ്കിൾ ആയിരിക്കും. ഓക്കെ, ഈ ട്രയാങ്കിളിൻ്റെ ഈ ആംഗിൾ എന്ന് പറയുന്നത് ആൾവേസ് 90 ഡിഗ്രിയേക്കാൾ കുറവായിരിക്കും. ഓക്കെ, ഇറ്റ് ഈസ് ഓൾവേസ് ലെസ് ദാൻ 90 ഡിഗ്രി. ഓക്കെ, സോ ഇതിന് പ്രൂഫും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്കത് ആവശ്യമില്ല, ജസ്റ്റ് അറിഞ്ഞു വെക്കുക. ഓക്കെ, സോ ദിസ് ഇസ് കോൾഡ് ആസ് അക്യൂട്ട് ആംഗിൾ. ഓക്കെ, സോ അക്യൂട്ട് ആംഗിൾ എന്ന് വെച്ചാൽ എന്താണ്? ആംഗിൾ പി ഇസ് ലെസ് ദാൻ 90 ഡിഗ്രി. ഓക്കെ, ലെസ് ദാൻ, ആംഗിൾ പി ഇസ് ലെസ് ദാൻ 90 ഡിഗ്രി, വി കോൾഡ് ആസ് അക്യൂട്ട് ആംഗിൾ. ഓക്കെ, അടുത്ത പോയിന്റ് എന്താ വെച്ചാൽ, സർക്കിൾ എ ബി ആസ് ഡയമീറ്റർ. ഓക്കെ, സോ സർക്കിളിൽ അകത്തായിട്ടൊരു പോയിന്റ് മാർക്ക് ചെയ്ത് അതിൽ നിങ്ങൾക്ക് ട്രയാങ്കിൾ വരയ്ക്കാം. സോ മേ ബി ഇവിടെ. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ കിട്ടുന്ന പോയിന്റ് പി, സോ ഇവിടുത്തെ ആംഗിൾ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകണം. ശ്രദ്ധിക്കുക, സർക്കിളിലാണെങ്കിൽ 90, സർക്കിളിൽ നിന്ന് പുറത്താണെങ്കിൽ അക്യൂട്ട്. അപ്പോൾ സർക്കിളിനകത്ത് എന്ത് വരും? ഒബ്റ്റ്യൂസ് ആംഗിൾ. ഓക്കെ, so it is always an obtuse angle. So what is an obtuse angle? Angle P is greater than 90. ഓക്കെ, 90-നേക്കാൾ കൂടുതലായിരിക്കും. മേ ബി 110, 120 അങ്ങനെയുള്ള വലിയ വലിയ ആംഗിൾസ് ആയിരിക്കും ഇവിടെ വരിക.
ഓക്കെ, ഇവിടെ 90-നേക്കാൾ കുറവ് 60, 75, 45 എന്നുള്ള ചെറിയ ആംഗിൾസ് ആയിരിക്കും വരിക. ഓക്കെ, സോ ഇതാണ് സർക്കിളിലെ പോയിന്റും സർക്കിളിന് അകത്തും പുറത്തുമായിട്ടുള്ള പോയിന്റ് വയ്ക്കുകയാണെങ്കിൽ ഒരു ട്രയാങ്കിളും സർക്കിളും തമ്മിലുള്ള റിലേഷൻ. സോ ഈ മൊത്തത്തിലുള്ള ഈ ഒരു പോയിന്റിനെ നമുക്കൊരു ഒറ്റ ഫിഗറിൽ മാറ്റാമെന്ന് വിചാരിക്കാം. ഓക്കെ, സോ മാറ്റുകയാണെങ്കിൽ എങ്ങനെ വരും നോക്കാം. ഓക്കെ, സോ ഒരൊറ്റ ഫിഗർ ഞാൻ ഒതുക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കുക, സർക്കിൾ എ ബി എന്നത് ഡയമീറ്റർ. ഓക്കെ, സോ ഫസ്റ്റ് ഞാൻ പോയിന്റ് ഔട്ട് ചെയ്യുന്നത് സർക്കിളിലുള്ള ഒരു ട്രയാങ്കിൾ. സോ ദിസ് ഈസ് ആൾവേസ് 90 ഡിഗ്രി വിച്ച് ഇസ് പി. ഓക്കെ, ഇനി സർക്കിളിന് പുറത്തുള്ള ഒരു പോയിന്റ് ഞാൻ പ്രൊജക്റ്റ് ചെയ്യാണ്. ഓക്കെ, ദിസ് ഈസ് ക്യൂ. ഓക്കെ, സോ ഇതെന്നത് ലെസ് ദാൻ 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഈ വാല്യൂ ലെസ് ദാൻ 90 ഡിഗ്രി ആയിരിക്കും. ഇനി സർക്കിളിനകത്തുള്ളത് ഞാൻ ചെക്ക് ചെയ്യാം, ഈ വാല്യൂ ആർ. സോ ഈ ആംഗിൾ എന്നത് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ദിസ് പോയിന്റ് ഇസ് ഓ. സോ ഈ പോയിന്റാണ് നമ്മൾ അറിഞ്ഞു വെക്കേണ്ടത്. ഓക്കെ, സർക്കിളിൽ 90, സർക്കിളിന് പുറത്ത് ലെസ് ദാൻ 90, സർക്കിളിനകത്ത് ഗ്രേറ്റർ ദാൻ 90. അടുത്തതായി നിങ്ങൾ ചോദിക്കാവുന്നത് ഇത്തരത്തിലൊരു ഫിഗർ തരും. സോ ഈ ഫിഗറിനകത്തുള്ള പോയിന്റ്സ് മേ ബി ദിസ് ഇസ് എ ബി സി ഡി. ഈ 4 പോയിന്റുകൾ സർക്കിളിൻ്റെ ഏതൊക്കെ വശങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, സോ ഇത് ഏതൊക്കെ പോയിന്റ്സ് സർക്കിളിനെ ടച്ച് ചെയ്യും, ഏതൊക്കെ പോയിന്റ് സർക്കിളിൻ്റെ ടച്ച് ചെയ്യില്ല. ഓക്കെ, ഇതാണ് നമ്മുടെ ചോദ്യമായി ചോദിച്ചിരിക്കുക. സോ നിങ്ങൾക്കറിയാം ഏത് വേണം നിങ്ങൾക്ക് ഡയമീറ്റർ എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബി ഡി ഡയമീറ്റർ എടുക്കാം ഓർ എ സി ഡയമീറ്റർ എടുക്കാം. ഓക്കെ, സോ ഞാനൊരു എളുപ്പത്തിനായിട്ട് ബി ഡി എന്നുള്ളതാണ് നമ്മുടെ ഡയമീറ്ററായി ചൂസ് ചെയ്യുന്നത് വിചാരിക്കുക. ഓക്കെ, സോ നിങ്ങൾ ഉത്തരം എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ബി ഡി ഈക്വൽ ടു ഡയമീറ്റർ എന്ന് എഴുതി ചെയ്യുക. അപ്പോഴേ ആൻസർ കീ നോക്കുന്ന ആൾക്ക് കൃത്യമായി മനസ്സിലാവുകയുള്ളൂ. ഓക്കെ, സോ ആദ്യം നമുക്കിതൊരു ക്വാഡ്രിലേറ്ററലാണെന്ന് നമുക്കറിയാം. സോ ക്വാഡ്രിലേറ്ററിൻ്റെ ഫുൾ ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. സോ ഇതെല്ലാം കൂടി സം ചെയ്താൽ നമുക്ക് 360 ഡിഗ്രി വരണം. സോ ഇതിൽ അൺനോൺ ആയിട്ടുള്ള ഒരു ആംഗിളാണ്. ആ ആംഗിൾ എന്താണെന്ന് നമുക്കൊന്ന് കണ്ടുപിടിച്ച് വയ്ക്കാം. സോ നമുക്ക് കിട്ടുന്നത് 105 + 55 + 110. സോ ദിസ് മേക്സ് 10, 5, 6, 7, 270. ഓക്കെ, സോ 270 ഉണ്ട്. സോ 360 - 270 is 90. ശരിയല്ലേ? സോ ഈ ആംഗിൾ കൺഫേം ആയിട്ടുള്ള ആംഗിളാണ്. സോ വിച്ച് ഇസ് 90 ഡിഗ്രി. ഓക്കെ, സോ ഇപ്പോൾ ഞാൻ ബി ഡി എന്ന ഡയമീറ്റർ വെച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ എഴുതാൻ പോകുന്നത്. ഓക്കെ, സോ ബി ഡി എന്ന ഡയമീറ്റർ കമ്പയർ ചെയ്യുമ്പോൾ ആംഗിൾ എ എന്ന് പറയുന്നത് 105 ഡിഗ്രി. സോ 105 ഡിഗ്രി ഈസ് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി. സോ ഈ പോയിന്റ് എന്തായിരിക്കും? സർക്കിളിനകത്തായിരിക്കും. സോ ആംഗിൾ എ ഈസ് ഇൻസൈഡ് ദ സർക്കിൾ. ഇൻസൈഡ് ദ സർക്കിൾ. സോ ഇത് പ്രകാരം ആംഗിൾ സി എന്തായിരിക്കും? അഗൈൻ 90യേക്കാൾ കൂടുതലാണ്. സോ ഇറ്റ് ഈസ് അഗൈൻ ആൻ ഒബ്റ്റ്യൂസ് ആംഗിൾ. സോ ഇവിടെയും എന്തായിരിക്കും? ഇൻസൈഡ് ദ സർക്കിൾ. ഇനി നമ്മൾ തിരിച്ചാലോചിക്കുന്നു. എ സി എന്ന ഡയമീറ്റർ എടുക്കുന്നത് വിചാരിക്കുക. സോ എ സി ഈക്വൽ ടു ഡയമീറ്റർ. സോ ഇത്തരത്തിൽ നമ്മൾ എഴുതുകയാണെങ്കിൽ നമ്മുടെ എ സി എടുക്കുകയാണെങ്കിൽ ഈ ആംഗിളും വരും. ശരിയല്ലേ? ഇപ്പം ആംഗിൾ ബി എന്തായിരിക്കും? സോ ആംഗിൾ ബി എന്നത് ശ്രദ്ധിക്കുക 90 ഡിഗ്രിയാണ്. സോ ഇറ്റ് ഇസ് എ 90 ഡിഗ്രി. സോ ദെയർഫോർ ഇറ്റ് ഇസ് കൺഫേം ദാറ്റ് ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് ദ സർക്കിൾ. ഓക്കെ, ഈ ഡയമീറ്ററിനെ ബേസ് നിങ്ങൾ സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ ഉറപ്പായ സർക്കിളിലെ ഒരു പോയിന്റ് ആയിരിക്കും ആ ബി. ഓക്കെ, സോ 90 ഡിഗ്രി എന്ന് എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു പാർട്ട് ഓഫ് ദ സർക്കിൾ അഥവാ പോയിന്റ് ഇൻ ദ സർക്കിൾ. ഓക്കെ, സർക്കിളിലുള്ള ഒരു പോയിന്റ് ആയിരിക്കും ആ പർട്ടിക്കുലർ പോയിന്റ് ബി. ഇനി ആംഗിൾ ഡി നോക്കുക. ഓക്കെ, സോ എ ബി എന്നത് ഡയമീറ്ററായി വെച്ചുകൊണ്ട് നോക്കുമ്പോൾ ആംഗിൾ ഡി എന്താണ്? 55 ഡിഗ്രി, വിച്ച് ഇസ് ആൻ അക്യൂട്ട് ആംഗിൾ, വിച്ച് മീൻസ് ആ സർക്കിളിന് പുറത്തായിരിക്കും. ശരിയല്ലേ? സോ ദിസ് ഇസ് ഔട്ട്സൈഡ് ദ സർക്കിൾ. ഓക്കെ, സോ ഇത്രയുമാണ് നമ്മുടെ ഈ റൈറ്റ് ആംഗിൾ ആൻഡ് സർക്കിൾ എന്നുള്ള റിലേഷനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. ഈ വീഡിയോ റിലേറ്റഡ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ നിറയെ ടോപ്പിക്സ് പഠിക്കാനുണ്ട്. അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള ലെസൺ തന്നെയാണ്, ബട്ട് മാക്സിമം നമുക്ക് എളുപ്പമുള്ള രീതിക്ക് എടുത്തു പോകാം. ഓക്കെ, സോ ലൈക്ക് ചെയ്ത ശേഷം സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന ഓരോ വീഡിയോസ് നിങ്ങൾ കൃത്യസമയം എത്തിച്ചേരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഗുഡ് ബൈ.